ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ അലീന അരുൺ കണ്ണാട്ടാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ ഫോളോ ചെയ്യുന്ന ജീവിതശൈലികളും ഒരുപാട് മാറ്റമുണ്ട്. നമ്മൾ കൂടുതലും ഭക്ഷണങ്ങളിലെക്കാട്ടിലും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഫുഡ്, അതായത് ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഭക്ഷണങ്ങളോടാണ് നമുക്ക് കൂടുതൽ. അത് കാരണങ്ങളുണ്ട്. നമുക്ക് ജോബിന്റെ ടൈമിങ്സ് അങ്ങനത്തെ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഹോട്ടലിലെ ഭക്ഷണങ്ങളിലാണ്. പക്ഷെ ഹോട്ടലിലെ ഭക്ഷണങ്ങളുടെ മെയിൻ പ്രശ്നം, നമ്മൾ അതിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഓയില്, അതിന്റെ അളവ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓയിൽ യൂസേജ്, പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് പ്രിസർവേറ്റീവ്സ്, അജിനോമോട്ടോ, ഇങ്ങനത്തെ പല കാരണങ്ങളിൽ രുചി കൂട്ടാനായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മൾ അതിൽ ചേർക്കപ്പെടുന്നതാണ്. അപ്പം അത് കാരണം നമ്മുടെ സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ കണ്ടുവരുന്നുണ്ട്. അമിതവണ്ണം, നേരത്തെ പ്രായം ചെറുതാകുമ്പോൾ തന്നെ ഉള്ള പ്രമേഹം, കൊളസ്ട്രോള്, BP കൂടുക, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മളിപ്പോൾ നേരിടുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് എല്ലാവരും നടക്കുന്നതും സ്റ്റെപ്പ് കയറുന്നതും ഒക്കെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരു നില കയറണമെങ്കിൽ പോലും ലിഫ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ തന്നെ നമ്മുടെ ജീവിതശൈലി മാറുന്നത് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചായ, കാപ്പി, ഇതെല്ലാം നമ്മൾ അമിതമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നോർമലായിട്ട് ഉപയോഗിക്കേണ്ട വെള്ളത്തിന്റെ അളവ് നമ്മൾ വളരെയധികം കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതെല്ലാം കാരണം നമ്മുടെ ജീവിതശൈലി ഇപ്പോൾ ഒരുപാട് പണ്ടത്തേതിൽ നിന്നും മാറി വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഭക്ഷണങ്ങളിൽ വരുന്ന മാറ്റം. അപ്പോൾ ഇതൊക്കെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വലിയൊരു കാരണമാകുന്നില്ലേ? പ്രത്യേകിച്ചും ഈ ഗർഭാശയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ എന്തൊക്കെ രീതികളാണത്? നമുക്ക് ഈ ഫുഡിന്റെ പ്രശ്നം കാരണം ഒരു അസുഖം വരുന്നത് പല ഏജ് ലിമിറ്റ് ഉണ്ട്. അതായത് നമ്മൾ സ്കൂള്, കോളേജ് വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ടൈം, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മെനോപോസ്, അതായത് മാസക്കുളി, മെൻസസ് നിന്നതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതൽ നമുക്ക് പലതായിട്ട് തിരിക്കാം. കോമൺ ആയിട്ട് നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പിള്ളേരിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് PCOD. അതായത് ഇപ്പോൾ അതിനെ നമ്മൾ PCOS എന്നാണ് പറയുന്നത്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഇത് നമ്മുടെ ജീവിതശൈലി കൊണ്ട് മാത്രം നമുക്ക് വരുന്ന ഒരു രോഗാവസ്ഥയാണ്. കല്യാണത്തിന് ശേഷമാണെങ്കിൽ പോലും നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, അതിന്റെ കാഠിന്യം നമ്മുടെ ജീവിതശൈലി കൊണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നോ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നോ, വ്യതിയാനങ്ങൾ വരുത്തുന്നോ, അതനുസരിച്ചിട്ട് നമ്മുടെ PCOSന്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഈ PCOS കാരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി കാരണം വരുന്ന അമിതവണ്ണം, പിന്നെ മെൻസസ് കറക്റ്റായിട്ട് വരാം. ചില സ്ത്രീകൾക്ക് മെൻസസ് വരുമ്പോൾ അത് സ്പോട്ടിംഗ് ആയിട്ട് വന്നു പോകാം. ചില സ്ത്രീകൾക്ക് 3-4 മാസം പീരീഡ്സ് വരാതിരുന്നതിന് ശേഷം പിന്നെ വരുന്ന ബ്ലീഡിങ് വളരെ ഹെവി ആയിരിക്കും. ചിലവർക്ക് അത് നമ്മൾക്ക് ശരീരത്തിലേക്ക് ബ്ലഡ് കയറ്റേണ്ടതായിട്ടുള്ള അവസ്ഥ വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതശൈലികൾ മാറുന്ന അനുസരിച്ചിട്ട് കൂടി വരുന്നതാണ്. ഇപ്പൊ നമ്മുടെ ഒരു കണക്കെടുത്താൽ ഒരു 6 to 10%, 6 തൊട്ട് 10% വരെയുള്ള സ്ത്രീകളിൽ ആർക്ക് നമ്മൾ സ്കാൻ എടുത്താലും ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന കണ്ടീഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇത് ജീവിത രീതികളിൽ കൊണ്ട് മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ജീവിത രീതി കൊണ്ടാണ്, അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ടാണ് ഇപ്പോൾ PCOS വരുന്നതെന്ന്. അപ്പോൾ ഈ ഒരു PCOD അത് ജീവിത രീതിയുമായിട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? അതെങ്ങനെയാണ് ആ ഒരു അസുഖം വരുന്നത്? നമ്മുടെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ത്രീകളിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് 2 ഹോർമോൺസ് ആണ്, ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ നമ്മുടെ മെൻസസിന്റെ സൈക്കിൾ അനുസരിച്ചിട്ട് അതിന്റെ ലെവൽസിന് വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് നമുക്ക് യൂഷ്വലി PCOS, അതായത് ഹോർമോണൽ പ്രോബ്ലം ആണ് ഇത് PCOS മെയിൻ. പലരുടെയും ഒരു ചിന്താഗതിയുണ്ട്, PCOS എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ഓവറിയിൽ സിസ്റ്റ് വരുന്ന കണ്ടീഷൻ അല്ലേ ഇത്, സർജറി വേണ്ടി വരുമോ എന്നുള്ള
കൺസേൺ ഉള്ള ഒരുപാട് അമ്മമാരുണ്ട്. അപ്പം ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ഒരു സർജറി ഇനിഷ്യലി വേണ്ട ഒരു കണ്ടീഷൻ അല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ട് മാത്രം നമുക്ക് അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മുടെ ഒ പിയിൽ പല സ്ത്രീകളും വരുമ്പോൾ, അല്ലെ കുട്ടികൾ മെയിനായിട്ട് വരുമ്പോൾ അവർ പറയുന്നത് അവർക്ക് ബ്ലീഡിങ് അമിതമാണ്, ചിലർക്ക് അമിത രോമ വളർച്ച, ചുണ്ടിന് മേളിലുള്ളത്, താടിക്കുള്ളത്, ശരീരഭാഗങ്ങളിൽ കൂടുതലായിട്ട് രോമ വളർച്ച വരുന്നത്, ഇതെല്ലാം പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന ഘടകം കൊണ്ടുണ്ടാകുന്നതാണ്. പിന്നുള്ളത് ഓവർ വെയിറ്റ്, അതായത് നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഹോർമോൺസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ കൂടും. കൊഴുപ്പ് കൂടുമ്പോൾ ആ കൊഴുപ്പിന്റെ അകത്ത് നമ്മുടെ ആണുങ്ങൾക്ക് വേണ്ട ഹോർമോൺസ് ആണ് കൂടുതലായിട്ടും ഇതിന്റെ അകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഹോർമോൺസ് കൂടുതലായിട്ട് നമുക്ക് വരുമ്പോഴാണ് ഈ അമിത രോമ വളർച്ച വരും. ചിലവർക്ക് ഈ തലയിലുള്ള കഷണ്ടി അത് കൂടാനുള്ള സാധ്യതയും, പിന്നെ മെൻസസ് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കാതെ വരുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഇത് നമുക്ക് ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാത്രം കൺട്രോൾ ചെയ്യാവുന്ന ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു PCOD എന്ന് പറഞ്ഞൊരു അസുഖം വരുമ്പോൾ അത് പ്രഗ്നൻസി ബാധിക്കുന്നുണ്ടോ? ഡോക്ടർ തന്നെ പറഞ്ഞു നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ ആ ഒരു അസുഖത്തെ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ സാധിക്കുമെന്നത്. അപ്പോൾ അത് പിന്നീട് പ്രഗ്നൻസിയെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിൽ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത്, നമുക്ക് എല്ലാ സ്ത്രീകൾക്കും മാസത്തിൽ ഒരു തവണ പീരീഡ്സ് വരുന്നതിന്റെ ഇമ്പോർട്ടൻസ്, നമുക്ക് ഒരു സൈക്കിളിൽ നമ്മുടെ സ്ത്രീകളുടെ ഓവറിയിൽ നിന്ന് എഗ്ഗ് പുറത്ത് വരുന്നത് കൊണ്ടാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് മെൻസസ് വരുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന കണ്ടീഷനുള്ള സ്ത്രീകൾക്ക് അണ്ടോൽപാദനം, അതായത് എഗ്ഗ് ഉണ്ടാകുന്നത് കറക്റ്റ് ആയിട്ടായിരിക്കത്തില്ല ഉണ്ടാകുന്നത്. നമുക്ക് ഈ എല്ലാ മാസവും വരേണ്ട എഗ്ഗ് ഇവർക്ക് 3-4 മാസം കൂടുമ്പോൾ മെൻസസ് വരുമ്പോൾ അവർക്കത് 3-4 മാസം, ചിലപ്പോൾ നമുക്ക് അണ്ടോൽപാദനം നടക്കുന്ന കറക്റ്റ് ടൈമിങ് പോലും നമുക്ക് മനസ്സിലാകാനും പറ്റില്ല. ചിലപ്പോൾ അണ്ടോൽപാദനം നടക്കാനും അവർക്ക് പാടാണ്. അപ്പം ഇവർക്ക് മെയിൻ ആയിട്ട് വന്ധ്യത, അതായത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് സൈക്കിൾസ് റെഗുലറൈസ് ചെയ്യാൻ നമ്മൾ ജീവിതശൈലിയും കൊണ്ടും ആണ് മെയിനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ തീരെ പറ്റില്ല എന്ന് വന്നു കഴിഞ്ഞാൽ, വെയിറ്റ് ലോസ് ഒന്നും എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ സൈക്കിൾസ് റെഗുലറൈസ് ആയിട്ട് അവർക്ക് അണ്ടോൽപാദനം നടത്താനുള്ള മരുന്ന് കൊടുത്ത് അവരെ പ്രഗ്നൻസി ആക്കേണ്ടതായിട്ട് നമുക്ക് വരും. പിന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻസി ആകുമ്പോൾ ഷുഗർ വരാനും പ്രഷർ വരാനും, പിന്നെ റീസെന്റ് സ്റ്റഡീസിൽ മാസം തികയാതെ, അതായത് 4-5 മാസം ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഗർഭപാത്രത്തിന്റെ വായുടെ ബുദ്ധിമുട്ടുകൾ കാരണം അബോർഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കണ്ടുവരുന്നു എന്ന് ഇപ്പോൾ സ്റ്റഡീസ് തെളിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചെറിയ പ്രായത്തിലെ നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അത് ആദ്യം തൊട്ടേ അതിന്റെ കാഠിന്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ, ഇത് ഓരോ പ്രായത്തിലെ ആൾക്കാർക്കും ഓരോ പ്രായത്തിലെ സ്ത്രീകൾക്കും പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കൗമാരക്കാരായ പെൺകുട്ടികളിൽ കണ്ടുവരുന്ന ഈ ജീവിതശൈലിയിൽ വരുന്ന പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കൗമാരപ്രായത്തിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഈ മെൻസസ് ഇറഗുലാരിറ്റി. അതായത് നമുക്ക് വരുന്ന പേഷ്യന്റുകളിൽ പല സ്ത്രീകൾക്കും ഉള്ള കംപ്ലൈന്റ് മെൻസസ് ഇറഗുലാരിറ്റി, അതായത് ക്രമക്കേട് ആയിട്ട് മെൻസസ് വരുന്നു എന്നുള്ളത്. നമ്മുടെ നോർമൽ സൈക്കിളിൽ നമുക്ക് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എല്ലാ മാസവും വരണം എന്ന് പറഞ്ഞാലും വൺസ് ഇൻ 60 days, അതായത് 2 മാസത്തിൽ ഒരിക്കലെങ്കിലും മെൻസസ് വന്നിരിക്കണം. ഇതിന് നമ്മൾ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? നമുക്ക് ഇപ്പം റെഗുലറായിട്ട് മെൻസസ് വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഭാവിയിൽ ഗർഭാശയ ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ആദ്യം തൊട്ടേ നമ്മൾ ഇറഗുലർ മെൻസൽ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കണം. പിന്നെ അമിതവണ്ണം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോർമോണൽ വ്യതിയാനം കാരണം ഒരുപാട് കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ അടിയുന്നത് കാരണമാണ് നമുക്ക് അമിതവണ്ണം. അത് കാരണം ഉണ്ടാകുന്ന പ്രമേഹം, BP, ഹൈപ്പർ ടെൻഷൻ, ഈ കൊളസ്ട്രോൾ കൂടുതൽ, പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒന്ന് വരുന്നതാണ് അമിത രോമ വളർച്ച. അതും
മിക്ക സ്ത്രീകൾക്കും ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം തന്നെ ആയിരിക്കും കാരണം. അമിത രോമവളർച്ച എന്ന് നമ്മൾ ചെറിയ തോതിലാണെങ്കിൽ PCOS ആയിരിക്കും. പക്ഷെ അതിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്ത്രീയെ അല്ലെ ആ കുട്ടിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ചില ഓവറി, അതായത് അണ്ഡാശയ മുഴകൾക്കും ഇതുപോലെ ആണുങ്ങളുടെ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിസ്റ്റുകളുണ്ട്. അപ്പം അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളത് അതിന്റെ ഒരു മെയിൻ ഘടകമാണ്. ഡോക്ടർ, ഇപ്പോൾ ജീവിതശൈലിയും, ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു തൈറോയ്ഡ്, അപ്പോൾ ഈ ഒരു ജീവിതശൈലിയും തൈറോയ്ഡും തമ്മിൽ, സ്ത്രീകൾക്ക് വരുന്ന തൈറോയ്ഡും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. നമുക്കിപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നം നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് വരാം. അതായത് നമ്മുടെ പേരൻസ്, ഗ്രാൻഡ് പേരൻസ് അങ്ങനെ തൈറോയ്ഡ് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അങ്ങനത്തെ പ്രശ്നം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തൈറോയിഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഹൈപ്പോ തൈറോയിഡിസവും ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡ്, അതായത് TSH, ഫ്രീ T3, ഫ്രീ T4, ഈ 3 ടെസ്റ്റുകളാണ് നമ്മൾ തൈറോയിഡിന് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. TSH കൂടുകയും T3, T4 കുറയുകയും ചെയ്യുന്ന കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം. നേരെ തിരിച്ച് ഹൈപ്പർ ആകുമ്പോൾ TSHന്റെ വാല്യൂ കുറവും T3, T4ന്റെ വാല്യൂ കൂടുതലായിട്ടുമാണ് നമ്മൾ കാണുന്നത്. ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോൾ സ്ത്രീകൾക്കുണ്ട് അല്ലെ പുരുഷന്മാർക്കുണ്ടാകാവുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ക്ഷീണം, അമിത ക്ഷീണമാണ് അവരുടെ മെയിൻ സിംറ്റം. വിശപ്പ് കൂടുതലായിരിക്കും അവർക്ക്. പിന്നെ തൈറോയിഡിന് പ്രശ്നമുള്ളവർക്കും മെൻസസിന്റെ ഇറഗുലാരിറ്റി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെ ഹെറിഡിറ്ററി ആയിട്ടൊരു ഇതുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാസം തെറ്റി മെൻസസ് വരുന്ന ആൾക്കാരിലോ നമ്മൾ ആദ്യമായിട്ട് ബേസിക്കായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത് അവരുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനമാണ്. അപ്പം TSH കൂടി ഹൈപ്പോ തൈറോയിഡിസം എന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് റെഗുലർ ഫോളോ അപ്പിൽ നമ്മൾ തൈറോയിഡിന്റെ വാല്യൂ നോക്കി അതനുസരിച്ചിട്ട് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് എൽട്രോക്സിൻ ആണ്. അത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചെറിയ തോതിലുള്ള വാല്യൂസ് ആണെങ്കിൽ ചെറിയ ഡോസ് മതിയായിരിക്കും. 6 മന്ത്സ് അല്ലെ 1 ഇയർ കൂടുമ്പോൾ നമ്മുടെ TSH റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ മരുന്നിന്റെ ഡോസ് കറക്റ്റ് ചെയ്ത് പോകേണ്ടതാണ്. തൈറോയ്ഡ് ഹൈപ്പോ തൈറോയിഡിസം വളരെയധികം ക്ഷീണവും നമ്മുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റിയെ വരെ അഫക്റ്റ് ചെയ്യാം. പിന്നെ മുടി കൊഴിച്ചിൽ, ഒരുപാട് കൗമാരപ്രായവും സ്ത്രീകളും കംപ്ലൈന്റ് ചെയ്യുന്നതാണ് ഈ മുടി കൊഴിച്ചിൽ. അപ്പൊ ഈ കണ്ടീഷൻസ് നമ്മൾ നേരത്തെ ഡയഗ്നോസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് മരുന്ന് കഴിച്ചാൽ ഇതിന്റെ എല്ലാം പ്രശ്നങ്ങൾ ഒരളവിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ തൈറോയ്ഡ് ഉള്ളവരോട് നമ്മൾ പലരോടും പല ഡയറ്റ് പറയാറുണ്ട്. ക്യാബേജ്, കപ്പ, ചപ്പിയൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ്, കോളിഫ്ലവർ ഒക്കെ കഴിവതും അവോയ്ഡ് ചെയ്യണം എന്ന് നമ്മൾ ഡയറ്റിൽ പറയാറുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേർന്നുണ്ട്. ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ജമീലയാണ്. ജമീല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ 54 വയസ്സുള്ള ആളാണ്. ഹലോ, പറഞ്ഞോളൂ, എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ ഇത് 54 വയസ്സായി. അപ്പൊ ഈ മെൻസസും ജമീല, TV-യിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ സംസാരിക്കൂ. ഡോക്ടറോട്, ഡോക്ടർക്ക് കുറച്ചുകൂടി കേൾക്കാൻ സാധിക്കും. മെൻസസ് നിന്നിട്ടില്ല. 54 വയസ്സായിട്ട് ഇതുവരെ മെൻസസ്. ഡോക്ടർ, ജമീല പറയുന്നത് ആൾക്ക് പ്രേക്ഷകയ്ക്ക് ഇപ്പോൾ 54 വയസ്സാണ്. 54 വയസ്സായി, പക്ഷെങ്കിൽ പീരീഡ്സ് ഇതുവരെ നിന്നിട്ടില്ല എന്നതാണ്, സ്റ്റോപ്പ് ആയിട്ടില്ല. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് സ്ത്രീകൾക്ക് 48 തൊട്ട് 50 വയസ്സ് വരെയാണ് മെൻസസ് നിൽക്കുക എന്നുള്ളത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 55 വയസ്സായിട്ട് മെൻസസ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, 50 to 55 ഇയേഴ്സ് മെൻസസ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെക്കപ്പ് ബേസിക് ആയിട്ട് വേണം. അമ്മയ്ക്ക് എന്തുകൊണ്ട് മെൻസസ്, ചിലപ്പോൾ നമ്മുടെ പേരൻസിന്റെ മെൻസസ് നിന്നത് ഒരു ഏജ് നമ്മൾ ചിലപ്പോൾ റഫായിട്ട് പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതേ ഒരു ഏജ് ലിമിറ്റിലായിരിക്കും നമുക്ക് നിൽക്കുന്നത്. അല്ലാത്ത പക്ഷം മെൻസസ് ഇറഗുലർ ആയിട്ട് വരുന്നു, തെറ്റി വരുന്നു, ഇപ്പോഴും നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഇവാലുവേഷൻ ചെയ്യുന്നത് നമുക്ക് നല്ലതായിരിക്കും. ബ്ലഡ് ടെസ്റ്റുകൾ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു സ്കാൻ ബേസിക് ആയിട്ട് എടുത്തു നോക്കണം വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ എന്നുള്ളത്. അത് റീഅഷ്വറൻസിന് വേണ്ടിയിട്ടാണ്. അതെല്ലാം നോർമൽ ആണ്, കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു.
ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ തൈറോയ്ഡ് അല്ലെങ്കിൽ PCOD വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു കാബേജ് ഇതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ പറയുന്നു എന്നത്. അപ്പോൾ ഇതുപോലെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഇപ്പോഴത്തെ ജീവിതശൈലി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പുറത്തെ ഫുഡിനോടാണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടിലും ടേസ്റ്റ്. പക്ഷെ അതിന്റെ സൈഡ് എഫക്ട്സ് ഭാവിയിൽ നമ്മുടെ ജീവിതത്തിന് ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അതിൽ പതിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. 3 കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് എപ്പോഴും നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് അതിന്റെ അളവ് കുറയ്ക്കാനെങ്കിലും സാധിക്കണം. പരിപൂർണമായിട്ട് എല്ലാം ഒഴിവാക്കാൻ ചിലവർക്ക് പാടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ അളവ് കുറയ്ക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ കുറയ്ക്കുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടത് ഷുഗർ, അതായത് പഞ്ചസാര. ചിലവര് നമ്മളിപ്പം ഡയബറ്റിക് ആണെങ്കിൽ പോലും മധുരം ഒഴിവാക്കണമെന്ന് പറഞ്ഞാലും പഞ്ചസാര ഒഴിവാക്കും. പക്ഷെ അതിന്റെ സൈഡിൽ അവര് ശർക്കര എന്ന് പറയുന്ന സാധനമാണ് പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്നത്. ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണത്. പഞ്ചസാരയും ശർക്കരയും എല്ലാം മധുരം തന്നെയാണ്. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടതും അത് തന്നെയാണ്. നമ്മളിപ്പം ബേക്കറി ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ് ഒത്തിരി നമ്മൾ കഴിക്കുന്നതിൽ സ്വീറ്റ്നസ്, അതായത് ചോക്ലേറ്റ്സ്, കേക്ക്സ്, ഇങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ, ബിസ്ക്കറ്റ്സ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഒരുപാട് ബിസ്ക്കറ്റും നമ്മൾ കുഞ്ഞിലേ തൊട്ടേ അവരെ ഒന്ന് ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒരു കൗമാരപ്രായം ആകുമ്പോൾ പുറത്തോടുള്ള ഭക്ഷണത്തെ അവര് കുറച്ച് അതനുസരിച്ചിട്ട് അവര് ജീവിക്കുന്നതായിരിക്കും. രണ്ടാമത് മൈദ അല്ലെങ്കിൽ റിഫൈൻഡ് ഫ്ലവേഴ്സ്, അത് നമ്മൾ ഒഴിവാക്കണം. നമുക്ക് ഗോതമ്പ്, അരി ആഹാരങ്ങളാണ് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. മൈദ എന്നിവ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട്. ഈ ബർഗർ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത്, ജങ്ക് ഫുഡ്സ് എല്ലാം മെയിൻലി മൈദയാണ്. അപ്പൊ നമ്മൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പ്രിഫർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നുള്ളത് ഡയറി പ്രൊഡക്ട്സ്. പണ്ട് കാലത്ത് നമുക്ക് പാല് അങ്ങനെ കിട്ടുന്നത് നമുക്ക് പ്യോർ ആയിരുന്നു, നമുക്ക് വിശ്വസ്തയോടെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന പലതരം കമ്പനി കവറുപാലുകളുണ്ട്. ഇതിൽ എത്രത്തോളം സുരക്ഷയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പം നെയ്യ്, ചീസ്, അങ്ങനത്തെ ഡയറി പ്രൊഡക്ട്സ്, മിൽക്ക് പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ഒരു പരിധി വരെ അളവ് കുറയ്ക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇപ്പൊ ആരും ഇങ്ങനെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പലരും പേടിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉപയോഗിക്കുന്നതും കുറയ്ക്കുന്നുണ്ട്. ഒന്ന്, അതിന്റെ വില കാരണമാകാം. 2, നമ്മൾ അതിൽ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് പലരും ഉപയോഗിക്കാൻ അത് അളവ് കുറയ്ക്കുന്നു. പക്ഷെ അത് അതിന്റെ പ്രോപ്പറായിട്ടുള്ള വേയിൽ നമ്മൾ യൂസ് ചെയ്താൽ അതിന്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ പറ്റും. പിന്നുള്ളത് നമ്മുടെ ജോബ് സ്ട്രെസ്, അല്ലെ നമുക്ക് ടൈം കിട്ടാതെ വരിക, എല്ലാം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറയ്ക്കുന്നതാണ് വെള്ളത്തിന്റെ അംശം. നമ്മളൊരു ദിനം വെള്ളം കുടിക്കുന്നത് ഒരു മിനിമം 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ വെള്ളത്തിന്റെ അളവ് കുറയും തോറും അവർക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളും അതനുസരിച്ച് അവർക്കുണ്ടാക്കും. അപ്പൊ നമ്മുടെ ദിനചര്യങ്ങളിൽ എപ്പോഴും നമ്മൾ വെള്ളത്തിന്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചൂടുകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ അമിതമായിട്ട് വേർക്കും. പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും ചൂടത്ത് ഒരുപാട് വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ സ്വെറ്റ് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അളവുകൾ കുറയുന്നു. അപ്പൊ ജീവിതത്തിൽ വെള്ളത്തിന്റെ പ്രാധാന്യം അതുപോലുണ്ട്. ദിവസം 3 അല്ലെങ്കിൽ 4 ഇടപെടുകയാണ്. നമ്മോടൊപ്പം പാലക്കാട് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, കലാധരനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. ഡോക്ടറെ, മറ്റേ ഭാര്യക്ക് തൈറോയ്ഡ് തുടങ്ങിയിട്ട് 6 വർഷമായി. ഹലോ, പറഞ്ഞോളൂ. ഭാര്യക്ക് തൈറോയ്ഡ് തുടങ്ങിയിട്ട് 6 വർഷമായി. ഹലോ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. അപ്പൊ അത് മാറാൻ എന്താ വഴിന്ന് ചോദിക്കുന്നു. ഡോക്ടർ, പ്രേക്ഷകൻ പറയുന്നത് ഭാര്യയ്ക്ക് 6 വർഷമായി തൈറോയ്ഡ് ഉണ്ട്, അപ്പോൾ അത് പൂർണ്ണമായി മാറുമോ, മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നതാണ്. തൈറോയ്ഡ് നമുക്ക് പൂർണ്ണമായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് നമുക്ക് തൈറോയ്ഡ് ഇപ്പം നമ്മൾ 6 വർഷത്തിന് മരുന്ന് കഴിച്ചാലും നമുക്ക് TPO ആന്റിബോഡി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ, അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് മരുന്ന് തൈറോയിഡിൻ്റെത് കഴിക്കണം.
അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് തൈറോയ്ഡ് ഒന്ന് നോർമൽ ആയി കഴിഞ്ഞ ഒരു 3 to 6 months കഴിയുമ്പോൾ നമുക്ക് റീചെക്ക് ചെയ്ത് നോർമൽ ആണെങ്കിൽ പതുക്കെ ഡോസ് കുറച്ചും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ചിലവർക്ക് പ്രഗ്നൻസിയിൽ തൈറോയ്ഡ് വന്നു പോകുന്നവരായിരിക്കും, പക്ഷെ പ്രഗ്നൻസി കഴിയുമ്പോൾ നോർമൽ ആയിരിക്കാം. പക്ഷെ ഒരു വർഷം അല്ലെ 1.5 വർഷം കഴിഞ്ഞ് പിന്നെയും തൈറോയ്ഡ് നോക്കുമ്പോൾ അതിന്റെ വാല്യൂ പിന്നെയും കൂടുതലായിരിക്കും. സോ തൈറോയ്ഡ് എപ്പോഴും നമ്മൾ കണ്ടാൽ അത് മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ പല സ്ത്രീകളിലും രക്തക്കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണ്? അതുപോലെ തന്നെ ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? രക്തക്കുറവ് മെയിൻ ആയിട്ട് കാണുന്നത് ഈ മെൻസസ് നിൽക്കുന്നതിനോട് അനുബന്ധിച്ച് അടുപ്പിച്ച് വരുന്ന സ്ത്രീകളിലാണ്. അപ്പം ഈ ചില സ്ത്രീകൾക്ക് 3-4 മാസം കൂടുതൽ മെൻസസ് വരാതിരുന്നിട്ട് പിന്നെ മെൻസസ് വരുമ്പം അമിതമായിട്ടായിരിക്കും വരുന്നത്. ചില സ്ത്രീകൾ അതൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് കാണാറില്ല. കാരണം എന്ന് വെച്ചാൽ അവരിങ്ങനെ തെറ്റി വരുമ്പോൾ അവരുടെ ഒരു ധാരണ നമ്മുടെ മെൻസസ് നിൽക്കാനുള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ അവർ അതിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അപ്പം എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു മാസക്കുള്ളിൽ തെറ്റി വന്നിട്ട് പിന്നെ കൂടുതലായിട്ട് വരുമ്പോൾ അത് 1-2 മാസം കഴിഞ്ഞിട്ടും പിന്നെയും അങ്ങനെ വരികയാണെങ്കിൽ അതിനൊരു ചെക്കപ്പ് അനിവാര്യമാണ്. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണം ജോലി ഭാരം, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. മെൻസസ് കൂടുതലായിട്ട് വന്നാൽ, ബ്ലീഡിങ് കൂടുതലായിട്ട് വന്നാലും കൺസേൺ എടുക്കാത്തത് കാരണം പിന്നെ എന്തെങ്കിലും ഒരു ചെക്കപ്പ് വരുമ്പോഴാണ് അവർക്ക് രക്തത്തിന്റെ അളവ് കുറവാണ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം സ്ത്രീകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെൻസസ് കൂടുതലായിട്ട്, അതായത് ബ്ലീഡിങ് കൂടുതലായിട്ട് വന്നാലും അമിതമായിട്ട് ക്ഷീണം വരിക, നെഞ്ചിടിപ്പ് കൂടുക, നമുക്ക് നടക്കുമ്പോൾ ചെറിയ തോതിൽ നടക്കുമ്പോൾ പോലും കിതപ്പ്, അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ രക്തത്തിന്റെ അളവ് നോക്കുക എന്നുള്ളത്. ഇപ്പം ബ്ലീഡിങ് പ്രശ്നമൊന്നും ഇല്ലാത്ത സ്ത്രീകളിൽ പോലും ഈ രക്തക്കുറവ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് മെയിനായിട്ട് അയൺ ഡെഫിഷ്യൻസി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ കുറവുകൾ കാരണം നമുക്കുണ്ടാകുന്ന ഒരു രക്തക്കുറവാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് ചീര, എല്ലാ ഇലക്കറികളും, പിന്നെ ഉള്ള ഫ്രൂട്ട്സ് ആണെങ്കിൽ മാതളം, അനാറ്, ഡേറ്റ്സ്, ഈ വക ഭക്ഷണങ്ങൾ നമുക്ക് രക്തത്തിന്റെ അളവ് കൂട്ടാൻ നമ്മളെ സഹായിക്കും. പിന്നെ വിരയുടെ മരുന്ന് കഴിക്കാത്ത, ചെറിയ പ്രായങ്ങളിൽ പോലും വിരയുടെ മരുന്നുകൾ റുട്ടീനായിട്ട് എടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ രക്തത്തിന്റെ അളവ് കുറയുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആദ്യമേ നമ്മൾ മെയിനായിട്ട് ഡീവേർമിങ്, അതായത് വേം നശിപ്പിക്കാനുള്ള മരുന്ന് എടുത്തു നോക്കുക. അതിലും സെറ്റിൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ ഡെഫിഷ്യൻസി ആണോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നമ്മൾ ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ നമ്മൾ അയൺ ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ചില സ്ത്രീകൾ അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ 1-2 ആഴ്ച കഴിച്ചാൽ തന്നെ ഉടനെ ഞങ്ങളുടെ HB കൂടുന്നില്ല എന്ന് പരാതി പറയുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ HBയുടെ ലെവൽ കൂടണം എന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് ആണെങ്കിൽ 1 മാസമെങ്കിലും എടുക്കും അതൊന്ന് കൂടി തുടങ്ങാനായിട്ട്. അപ്പൊ മിനിമം ഒരു 3 മാസമെങ്കിലും അയൺ ടാബ്ലറ്റ്. പിന്നെ നമ്മുടെ അയണിന്റെ അബ്സോർപ്ഷൻ നമ്മുടെ ബോഡിയിൽ കൂട്ടാനായിട്ട് അതിന്റെ കൂടെ വൈറ്റമിൻ C അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, ഇങ്ങനത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് അതിന്റെ കൂടെ ഉപയോഗിച്ച് അതിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ പറ്റുന്നതാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ അലീന അരുൺ കണ്ണാട്ടാണ്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.